ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ക്വാർട്ടർ ക്ലീൻ ആക്കണ ഒരു പരിപാടിയിലാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവിടെ അറിയാമല്ലോ, രാജസ്ഥാൻ ആയതുകൊണ്ട് തന്നെ പൊടിക്കാറ്റൊക്കെ അടിച്ച് ഭയങ്കര പൊടിയായിരിക്കും. കാരണം ഒരു കാറ്റടിച്ച് കഴിയുമ്പോൾ തന്നെ അതെപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാറ്റടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ചുഴലിക്കാറ്റ് പോലെ ഇങ്ങനെ കറങ്ങി നിൽക്കും, മൊത്തം പൊടി അകത്ത് കയറും. അപ്പം അതുകൊണ്ട് ഇന്ന് വെള്ളം വന്ന സമയത്ത് നമുക്ക് ഫ്രഷ് വാട്ടർ വരും. ആ ടൈമിന് ഫുള്ള് ഞാൻ വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കഴുകിയതാണ് ഗൈസ്. അപ്പോൾ കഴുകിയപ്പോൾ വിചാരിച്ച് നിങ്ങളെയും കൂടി വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഇന്ന് വീഡിയോയ്ക്ക് ഒരു കണ്ടൻറ്റും ആവും, അതോർത്തിട്ടാണ് കേട്ടോ. അപ്പം അത് മാത്രമല്ല, നിറച്ച് പൊടിയാണ്. ഞാൻ മിക്കപ്പോഴും കഴുകാറുണ്ട്. അപ്പോൾ ഇന്ന് കഴുകിയപ്പോൾ ഞാൻ തന്നാൽ പിന്നെ വീഡിയോ എടുക്കാം, നിങ്ങളെയും കൂടി കാണിക്കാം എന്നോർത്തു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വെള്ളമെല്ലാം ചുമന്നുകൊണ്ട് വന്ന് കഴുകുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഡിറ്റർജൻറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, പൊടി നന്നായിട്ട് പോവും. അപ്പം നമുക്ക് നടക്കുകയും ചെയ്യുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും. ഞാൻ അധികം നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്തിട്ട് അകത്ത് നടക്കണേ, കാരണം പൊടി കാരണമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം കഴുകി 2 ദിവസം വേണ്ട, പിറ്റേ ദിവസം തന്നെ പൊടിയാവും. കാരണം നമ്മുടെ വാതിലിൻ്റെ അടിയിൽ കൂടിയൊക്കെ പൊടി കയറും. ഇങ്ങനെ ചെറിയ കാറ്റടിച്ച്, ഇപ്പം നമ്മൾ പുറത്ത് ഡൈനിങ് ടേബിൾ ഇട്ടേക്കണം, അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാറില്ല. കാരണം അതിൻ്റെ പുറത്തൊക്കെ മൊത്തം പൊടിയായിരിക്കും. അപ്പോൾ അതേ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായി കേട്ടോ. ഫ്രണ്ടിൽ പിന്നെ സ്റ്റെപ്പൊക്കെ ഞാനൊന്ന് വെള്ളമൊഴിച്ച് കഴുകി 2-3 ദിവസമായി സ്റ്റെപ്പെല്ലാം കഴുകിയിട്ട്. ഇപ്പോൾ എല്ലാവരും ലീവിന് പോയേക്കണോണ്ട് ആഴ്ച ഒരു പ്രാവശ്യം ഞാൻ കഴുകും വെള്ളം ഒഴിച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരും കൂടി കഴുകുമ്പോൾ അത്ര ബുദ്ധിമുട്ട് അറിയില്ല. ഇപ്പം നമുക്ക് ഫ്രഷ് വാട്ടർ വരുന്ന ടൈമിനേ കഴുകാൻ പറ്റുള്ളൂ. കാരണം വെള്ളം ഇവിടെ ഒബ്വിയസ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ദിവസം 2 നേരം, അത് 2 നേരം അടിക്കുമ്പോഴും മുകളിൽ എനിക്ക് തോന്നുന്നു 500 ലിറ്ററിൻ്റെ ടാങ്കോ അല്ല അതിൽ ചെറുതോ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കിപ്പം മിനിമം 500 ലിറ്ററിൻ്റെ ആണെങ്കിലും ഒരു ദിവസത്തേക്ക് മുഴുവൻ നിൽക്കില്ല. അതും ഇതിലടിക്കുമ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ അടിക്കുകയുള്ളൂ. അത് കാരണം ഫ്രഷ് വാട്ടർ വരുമ്പോഴേ നമുക്ക് അതൊക്കെ കഴുകാൻ പറ്റുള്ളൂ. അതേ സ്റ്റെപ്പൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അകത്ത് നമ്മുടെ ബാൽക്കണിയുടെ സൈഡിൽ വെള്ളം ഒഴിച്ച് വിട്ടിട്ടുണ്ട്. അവിടെ ഞാൻ ഇത് മൊത്തം വൈപ്പർ വെച്ച് ഇത് കഴുകാറില്ല. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് അവിടെ ഇച്ചിരി വെള്ളം നിന്നാലും പ്രശ്നമില്ല, കാരണം തണുപ്പ് കിട്ടും. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ പൊടി അധികം അകത്തോട്ട് വരില്ല അവിടെ വെള്ളം നിന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ ഗൈസ്. ഞാനതങ്ങനെ അടിച്ച് കഴുകി കളയാറില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മേലൊക്കെ കഴുകി വന്ന് വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളക്ക് കത്തിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എനിക്കത് കാണിക്കാൻ പറ്റില്ല, ഞാനോർത്ത് വീഡിയോ ഓണാണെന്ന്. പക്ഷേ വീഡിയോ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കത്തിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടുന്ന ഒരു തരം ഈ ഭഗവാനൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീടെല്ലാം പുകയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അത് വെച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് കുറച്ച് നേരം അതിൻ്റെ സ്മെല്ല് കേട്ടിരിക്കാൻ ഒരു പ്രത്യേക ഇതാണ്. പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ രാവിലെയും വൈകുന്നേരമൊക്കെ അതിങ്ങനെ കത്തിച്ച് വെക്കും. നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടും അതിൻ്റെ സ്മെല്ല് ഇതാക്കും. നമ്മളിങ്ങനെ മണക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ആയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാൻ എപ്പോഴും കത്തിക്കാറുണ്ട് ഗൈസ്. പിന്നെ ഞാൻ എന്തോ ബളബള പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നായിരിക്കും, അല്ലാതെ വേറെ എന്ത് പറയാൻ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അതല്ല, വീട്ടിലാരും ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. ശരിയാണ് കേട്ടോ, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. കുഞ്ഞും ഉറങ്ങുവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമെന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായില്ല ഗൈസ്. എന്തോ മാതിരിയുണ്ട്. എന്നുവെച്ചാൽ ലൈറ്റില്ല, പിന്നെ എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാം അത്ര ശരിയൊന്നുമല്ല. പിന്നെ